അടുത്ത വാക്കെന്താ അറിയോ? പേടി കൊണ്ട് പരീക്ഷിക്കുന്ന പിന്നെ പടച്ചോൻ പറഞ്ഞു വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുന്ന. ഈ ഇവിടെ നിൽക്കണ ആരെങ്കിലും ഒരു കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടക്ക് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഒരു നേരം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നിട്ട് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പടച്ചോൻ ഖുർആനിൽ പറഞ്ഞ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുന്നു ഉണ്ടോ? ഇല്ല. എനിക്കുണ്ടായിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനൊരാളെ അങ്ങനെ കണ്ടിട്ടില്ല വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരാളെ. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, എങ്ങനെ ഇപ്പൊ പടച്ചോ നമുക്കിപ്പോ ഇവിടെ ഒരു സമീപ ഭാവിയിൽ ഒരു 10 കൊല്ലത്തിനടക്കുന്ന അങ്ങനെ ഒരു പട്ടിണിയൊന്നും വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അങ്ങനെ ഞാൻ ആ ആയത്തോതി ഇങ്ങനെ അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കട്ടോ. അപ്പൊ ഞാൻ ICU കയറിയപ്പം ഒരാൾ ഇന്നെങ്ങനെ വിളിച്ചു. അപ്പൊ ഞാൻ നോക്കണ രോഗി അതിന്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തുള്ള ആളെന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ ചെന്നു അയാളടുത്ത്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു. അപ്പൊ അയാളിങ്ങനെ കിടക്കയാളെ ചുണ്ടൊക്കെ ഇങ്ങനെ വെള്ള വിണ്ട് കീറി, ഇങ്ങനെ ചുണ്ടൊക്കെ പൊട്ടി ഇങ്ങനെ വെള്ളമായിട്ട് വിണ്ട് കീറി. അപ്പൊ ഇയാൾ എന്താ പറഞ്ഞറിയോ? ഒരിറ്റ് വെള്ളം എന്റെ തൊള്ളിക്കൊന്ന് ഉറ്റിച്ചേരു വെച്ചു. അപ്പൊ എന്താ പ്രശ്നം? നമുക്ക് അങ്ങനെ ഉറ്റിക്കാൻ പറ്റില്ല, ICU കിടക്കണ ആളല്ലേ, എന്തിനാ അപ്പൊ അയാളെ കിടക്കണ, എന്താ അസുഖം ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അയാളെ കേസ് ഷീറ്റ് എടുത്ത് നോക്കിയപ്പം അയാളെ കൊടല് പൊട്ടിക്കാണ്ട് ഒരു കഷ്ണം എടുത്ത് തുന്നിച്ചേർത്തേക്കാണ്, കൊടല് തുന്നിച്ചേർത്തേക്കാണ്. അപ്പൊ ആ തുന്നിയത് ഉണങ്ങി കഴിഞ്ഞാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 4 ദിവസമായിട്ട് അയാൾക്ക് ഭക്ഷണമല്ല, വെള്ളമല്ല. അപ്പൊ 4 ദിവസം തൊള്ളി കൂടെ വെള്ളവും ഭക്ഷണം ഒന്നും പോകാത്തോണ്ട് മൂപ്പർക്ക് ഭയങ്കര വിശപ്പാ. ഗ്ലൂക്കോസ് ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് തൊള്ള ഇങ്ങനെ വരണ്ട് നിൽക്കണം. അപ്പൊ അതിക്ക് എന്തെങ്കിലും അത്രയും പ്രയാസമുണ്ട്, വിശപ്പുണ്ട്. അപ്പൊ അന്നാണ് ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. എന്താ നിങ്ങൾ വിചാരിച്ചിട്ട് പട്ടിണി വന്നിട്ടൊന്നല്ല വിശപ്പ് കൊണ്ട് പരീക്ഷിക്കാൻ പടച്ചോൻ അറിയും. അതിന് പട്ടിണി വരണമെന്നില്ല. നിങ്ങൾക്ക് നാളെ കുടലിനൊരു സർജറി ചെയ്താൽ മതി. ഒരു 5 ദിവസം ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗ്ലൂക്കോസും കയറ്റി കിടക്കുമ്പോ മനസ്സിലാകും വായിലൂടെ തിന്നണീന്റെ വില എത്രയെന്ന്, വിശപ്പിന്റെ വില, ദാഹത്തിന്റെ വില അന്ന് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പടച്ചോന് കഴിയും. വലനബുലുവന്നക്കും. അപ്പൊ അതാണ് ഈ ജീവിതങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കുക. ജീവിതം എന്നതൊരു പരീക്ഷണമാണ്. ഇതിനാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. ഈ ജീവിതത്തിന് 2 ഘട്ടമുണ്ട്. ചില ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് മരണത്തോടുകൂടി ഖബറിൽ ആരംഭിക്കുന്ന ജീവിതമാണ്. അവിടെ പിന്നെ നമുക്ക് അമല് ചെയ്യാനുള്ള ചാൻസ് ഇല്ല, മടങ്ങി പോകാനുള്ള ചാൻസ് ഇല്ല. ആദ്യത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്തു അതിന്റെ വിചാരണയും പ്രതിഫലവും മാത്രമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അവിടെ പിന്നെ ഒന്നും കർമ്മം ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് ഈ കിട്ടിയ ഒരു ആയുസ് ഉണ്ടല്ലോ, അത് വളരെ വിലപ്പെട്ടതാണ്. അതിൽ ഓരോ സെക്കൻഡും അത് ഫേസ്ബുക്കിലെ റീൽസും യൂട്യൂബിലെ റീൽസും കണ്ടും കേട്ടും തമാശകൾ കേട്ട് സംഗീതം കേട്ട് പാട്ട് കേട്ട് നശിപ്പിക്കാനുള്ളതല്ല. ഈ ചെറിയൊരായുസ് എന്ന് പറഞ്ഞത് പരമാവധി അനുഗ്രഹങ്ങൾ, കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട്, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ട്, അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട്, ആ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് തീർക്കാനുള്ള, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ച് തീർക്കേണ്ടതാണ് ജീവിതം. അങ്ങനെ ചെയ്തവരാണ് ജീവിതത്തിൽ വിജയിക്കുക. അതല്ലാത്ത ജീവിതത്തിൽ ഭയങ്കര നഷ്ടമായിരിക്കും. ഈ ലക്ഷ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ നിരാശ ബാധിക്കും. കിട്ടാത്തതിനെ പറ്റി നമ്മൾ ഭയങ്കര വിഷമത്തിലാകും. കിട്ടിയതിന്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ജീവിതം വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുക.